നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ റിവിഷൻ സ്ട്രാറ്റജിയിൽ എത്ര തവണ നമ്മൾ NCERT ഒക്കെ റിവൈസ് ചെയ്യുന്നുണ്ട് എന്നതിനേക്കാൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് എപ്പോഴാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഇന്നൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്ക് തന്നെ 4-5 തവണ ഇന്ന് റിവൈസ് ചെയ്തതിൻ്റെ ശേഷം പിന്നീട് നമ്മൾ ആ ടോപ്പിക്ക് തീരെ പഠിക്കാതെ നമ്മൾ എക്സാമുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ആ ടോപ്പിക്ക് പഠിക്കുന്നതെങ്കിൽ ചിലപ്പം നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയിരിക്കും. അതായത് ലോങ് ടൈം മെമ്മറിയിലേക്ക് അത് സ്റ്റോർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോൾ റിവിഷൻ നടത്തുകയാണെങ്കിലും സ്പേസ്ഡ് റിപ്പിറ്റീഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴിയാണ് നമ്മൾ റിവിഷൻ നടത്തേണ്ടത്. അതായത് ഇന്നൊരു കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിൽ 24 ഹവറിൻ്റെ ഉള്ളിൽ ഒരു തവണ അത് റിവൈസ് ചെയ്യണം. അതുപോലെ 3 ദിവസത്തിന് ശേഷം രണ്ടാമത്തെ റിവിഷൻ നടക്കണം. 1 വീക്കിൻ്റെ ഉള്ളിൽ മൂന്നാമത്തെ റിവിഷനും 1 മന്തിൻ്റെ ഉള്ളിൽ നാലാമത്തെ റിവിഷനും നടക്കണം. ഇങ്ങനെ റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെല്ലുകൾക്ക് ശേഷം നമ്മൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റാൻ അത് വളരെയധികം സഹായിക്കും. അതേസമയത്ത് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ റിവൈസ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ആ കോൺസെപ്റ്റിലേക്ക് പോകുന്നില്ല എങ്കിൽ അത് ഷോർട്ട് ടൈം മെമ്മറിയായി മാറുകയും ലോങ് ടൈം മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഇനി നിങ്ങൾ റിവിഷൻ നടത്തുമ്പോൾ സ്പേസ്ഡ് റിപ്പിറ്റീഷൻ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ റിവിഷൻ സ്ട്രാറ്റജി എഫക്റ്റീവ് ആവുകയുള്ളൂ. അതുവഴി നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് നല്ല ഒരു റാങ്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.